ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. അതിനാൽ പാകിസ്ഥാന് ശരിക്കും സന്ദർഭത്തിനനുസരിച്ചുകൊണ്ടും അതുപോലെ കൃത്യമായ രീതികളിലും നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം സാമാന്യബോധവും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണെന്നും പറയുവാൻ കഴിയും. കൂടാതെ യുദ്ധക്കൊതിയനായിട്ടുള്ള ജനറൽ അസീം മുനീർ എടുത്ത തീരുമാനങ്ങളിൽ വലയുന്ന സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതലും വന്നിരിക്കുന്നത്. സൈനിക കോടതികളിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ വിചാരണ ചെയ്യണമെന്ന തരത്തിലായിരുന്നു ജസ്റ്റിസ് അമിനുദ്ദീൻ ഖാൻ അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി നിലവിൽ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വിധി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും അതുപോലെ മനുഷ്യാവകാശങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക. മാത്രമല്ല, ഇത് സിവിലിയൻ അവകാശങ്ങളെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിമർശകർ കൂടുതലും വാദിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനായി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ ശരിക്കും പ്രതിസന്ധിയിലാകുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ സൈനികരുമായിരിക്കും.